കോടനാട് സ്ഥലത്തു നിന്നായിരുന്നു. അമ്മച്ചിയുടെ മുട്ടുകാരൻ്റെ സർജറിയുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളിവിടെ വന്നത്. അജയ് കുമാർ സാറിനെ നമ്മൾ കൺസൾട്ട് ചെയ്തത്. അതിനുശേഷം ഏകദേശം ഒരു 6 മാസത്തോളമായി ഇപ്പോൾ അമ്മച്ചിയുടെ സർജറി കഴിഞ്ഞിട്ട്. സാർ ഞങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്ലി ആയിരുന്നു. അതിലുപരി നമ്മുടെ ഓപ്പറേഷനും കാര്യങ്ങളും എല്ലാം ഒത്തിരി റിസ്കി ഫാക്ടറാണെന്ന് സാറ് പറഞ്ഞിരുന്നു. പക്ഷെ എന്നിരുന്നാലും ദൈവസഹായം കൊണ്ട് ഒരു കുഴപ്പമില്ലാതെ വളരെ മനോഹരമായിട്ട് സർജറി ചെയ്യാൻ സാധിച്ചു. ഇന്നിപ്പോൾ ഒരുപാട് റിക്കവറായി. സാറ് ഓരോ പ്രൊസീജിയറും വളരെ കാര്യമായിട്ട് നമ്മളിൽ ഒരുവനായി തന്നെയാണ് സാറ് എല്ലാം ചെയ്തു തന്നത്. അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ കാല് ഇങ്ങനെ വളഞ്ഞു പോയിരുന്നു. ശരി, ഇപ്പൊ വലിയ കുഴപ്പമില്ലാണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാത്തിനും ഭംഗിയായിട്ട് ഞാൻ നടക്കുന്നത്. ഒത്തിരി ഒത്തിരി സഹായ സഹകരണങ്ങൾ ഡോക്ടറുടെ ഭാഗത്തുനിന്നായാലും നേഴ്സുമാരുടെ ഭാഗത്തുനിന്നായാലും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ടീച്ചർ താപ ചെയ്ത സാറായാലും നല്ല കയറി തന്നിരുന്നു. നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ട് കൂടാതെ നടക്കാനുള്ള എനിക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു 3-4 ഞാൻ ഇടയ്ക്കൊന്ന് കയറി നോക്കും എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ എന്താ തന്നെ താഴത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. ഇന്നിപ്പോൾ അമ്മ ഒത്തിരി ബെറ്ററാണ്. സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. വീട്ടിലെ ജോലികളാണെങ്കിലും അത്യാവശ്യം പള്ളിയിൽ പോകുന്ന കാര്യങ്ങൾ അങ്ങനെയെല്ലാം കുറേ കൂടെ ബെറ്ററായി. കഴിഞ്ഞ ദിവസങ്ങളാണെങ്കിലും നമുക്ക് സ്റ്റെപ്പ് കയറുന്നതിനോ അല്ലെങ്കിൽ കയറ്റം കയറുന്നതിനോ അങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഈ നിമിഷം വരെ അമ്മ ഓക്കെയാണ്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് അജയ് സാറിന് ഒത്തിരി നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിലെ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ TK-യെ ബന്ധപ്പെട്ട് അമ്മയുടെ സർജറി കഴിഞ്ഞ നിമിഷം മുതൽ വളരെ സഹകരണമായിരുന്നു സ്റ്റാഫുകളെല്ലാം. ഇവർ നമ്മളിവിടെ ഉണ്ടായിരുന്ന 5 ദിവസവും നമുക്ക് ഒരുപാട് റിസ്കുകൾ വേണ്ടി വന്നിരുന്നില്ല. ഇവർ നമ്മളൊരു ബൈസ്റ്റാൻഡേർഡ് നിന്നില്ല എങ്കിൽ പോലും നഴ്സുമാരുടെ സഹകരണം വളരെ വലുതായിരുന്നു. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിന് ഈ ടീമിനും സാറിനും എല്ലാവർക്കും നന്ദി.